ഞാൻ പറയാൻ വരുന്നത് എന്താണെന്ന് പറയടോ. സാർ ടെൻഷനാ. മന്ത്രി വീണ ജോർജിന്റെ ഡൽഹി യാത്ര വാർത്തകളിൽ ഇടം പിടിക്കുമ്പോൾ കൂടെ ഒരു ബാഗ് കൂടി താരമാവുന്നുണ്ട്. വീണ ഡൽഹിയിലേക്ക് പോകുമ്പോൾ തോളിലുണ്ടായിരുന്ന എംപോറിയോ അർമാനി ബാഗ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. വീണയുടെ കയ്യിലുള്ള എംപോറിയോ അർമാനിയുടെ വില തേടുകയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ സൈബർ ലോകം. കമ്മ്യൂണിസ്റ്റ് മന്ത്രി ധരിച്ച ബാഗിന് ചുരുങ്ങിയത് 35,000 രൂപയെങ്കിലും വില വരും. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. സാർ ടെൻഷനാവുന്നത്. എന്നാ തന്റെ ഉദ്ദേശം നടന്നു. ഞെട്ടി. അവരല്ല, ഞാൻ, നമ്മുടെ പാർട്ടി. വീണ ജോർജിന് എന്താ വിലയുള്ള ബാഗ് ധരിച്ചൂടെ എന്നാണ് ചോദ്യമെങ്കിൽ ആവാം. പക്ഷേ ചെറിയൊരു പ്രശ്നം പാർട്ടിയുടെ ഇതുപോലെയുള്ള കാര്യങ്ങളിലെ നിലപാടിലാണ്. എന്താ ഉറക്കം വരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആപ്തവാക്യം തന്നെ ലളിത ജീവിതവും ഉയർന്ന ചിന്താഗതിയും എന്നതാണ്. ഫ്ലാഷ് ബാക്ക്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിലെ നിർമ്മാണങ്ങൾക്കായി പൊതുമരാമത്ത് വകുപ്പ് മാത്രം 3 വർഷത്തിനിടെ ചെലവഴിച്ചത് 1,80,00,000 രൂപ. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. ആപ്പിൾ വാച്ചും മോബ്ല പേനയും ധരിച്ചു നടന്നതിന്റെ പേരിലാണ് CPM-ന്റെ യുവനേതാവും ബംഗാളിൽ നിന്നുള്ള രാജ്യസഭാംഗവുമായിരുന്ന ഋതബ്രത ബാനർജിയെ CPM പുറത്താക്കിയത് എന്നൊരു വർത്തമാനമുണ്ട്. ആ കഥ CPM അംഗീകരിച്ചിട്ടില്ലെങ്കിൽ പോലും ആ പാർട്ടിയുടെ MLA, പാർട്ടിക്ക് അധികാരമുള്ള ഏക സംസ്ഥാനത്തെ മന്ത്രി എംപോറിയോ അർമാനി ബാഗും കൊണ്ട് നടന്നാൽ ചിലപ്പോൾ അത് വിവാദമായേക്കും. ബാഗുകൾ, കണ്ണടകൾ, വാച്ചുകൾ, ആഭരണങ്ങൾ, അങ്ങനെ നിരവധി പ്രോഡക്റ്റുകൾ എംപോറിയോ അർമാനി മാർക്കറ്റിൽ ഇറക്കുന്നുണ്ട്. എല്ലാം പൊളിയൊന്നും ഉറപ്പായല്ലേ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഇത്രയൊക്കെ വരുത്തി വെച്ചിട്ട് ഈ ബ്രാൻഡിൽപ്പെട്ട ബാഗാണ് മന്ത്രി വീണ ജോർജിന്റെ കയ്യിലുണ്ടായിരുന്നത്. 15,000 മുതൽ 1,00,000 പുറത്തേക്ക് പോകും അർമാനി ബാഗുകളുടെ വില. നീ കുറെ നേടുന്നുണ്ടല്ലോ. കിടക്കട്ടെ, എന്നെ കൊണ്ട് ഇതൊക്കെ അല്ലേ പറ്റുള്ളൂ.